അതെ ഫിഫ അനൗൺസ് ചെയ്തില്ല. അതാണ് പറയുന്നത്. ആ ടീം നിങ്ങൾക്ക് അറിയേണ്ട എന്താ, മെസ്സി വരുമല്ലോ എന്നല്ലേ? അതെ ആ അല്ല, അതാണ് പറഞ്ഞത്. നവംബർ മാസത്തിലെ കളിക്ക് ഫിഫ അനുമതി നൽകിയിട്ടില്ല. പക്ഷെ മാർച്ച് മാസത്തിലെ വിൻഡോയ്ക്കുള്ള ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്ന പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അനൗൺസ് ചെയ്യും. അതിന് മുന്നേ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? അല്ല, രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം, അങ്കോളയും കേരളവും തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 11 മണിക്കൂർ ട്രാവൽ അവേഴ്സാണ്. 11 മണിക്കൂർ. പിന്നെ അങ്കോള ടു ഇന്ത്യ. അപ്പോൾ സാധാരണ ടീമുകൾ ചെയ്യുന്ന പണി എന്താ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ലേ ഓവർ സ്പേസ് കണ്ടെത്തും. അത് അവർ കണ്ടെത്തിയിരുന്നത് ഖത്തറാണ്. അപ്പോൾ എന്ത് ചെയ്യും, പിന്നെ അർജന്റീനയിലേക്ക് ഖത്തറിലേക്ക് വരും. ഖത്തറിൽ നിന്ന് അവർ അങ്കോളയിൽ പോകും, തിരിച്ച് ഖത്തറിൽ വരും. ഒരു ദിവസം അവർ ട്രെയിനിങ് നടത്തും, കേരളത്തിലേക്ക് വരും. അങ്ങനെയായിരുന്നു അവരുടെ തീരുമാനം ഉണ്ടായിരുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, അത് ഫിഫ എഗ്രിമെന്റ് വയലേഷനാണ്, അല്ല ഫിഫ റൂൾസിന് വയലേഷനാണ്. അതുകൊണ്ട് അങ്ങനെ കളിക്കാൻ പറ്റില്ല എന്ന് AFA പറഞ്ഞു. നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രാവൽ ചെയ്യുന്ന 5 മണിക്കൂറിനുള്ളിൽ ഡയറക്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം. ആ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് 5 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ കഴിയില്ല. കാരണം അത് 2 ഭൂഖണ്ഡങ്ങളിലാണ്. 2 ഭൂഖണ്ഡങ്ങളിൽ കളിക്കണമെങ്കിൽ അടുത്തുള്ള സെക്ഷനിലേ പറ്റുള്ളൂ. 5 മണിക്കൂറിനുള്ളിൽ പറ്റും. അത് നമ്മുടെ പ്രശ്നമല്ല. അതാരുടെ പ്രശ്നമാണ്? AFAന്റെ പ്രശ്നമാണ്. അത് AFA അതേപടി അംഗീകരിച്ചു. കാരണം അവർക്കത് ആ ഫിഫ റിജക്ട് ചെയ്താൽ അത് ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇന്ത്യയിൽ സ്റ്റേഡിയം, ഫിഫ റാങ്കിങ്ങിലുള്ള സ്റ്റേഡിയം, അപ്രൂവ്ഡ് സ്റ്റേഡിയം, ഫിഫ പിന്നെ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയം കുറേ ഉണ്ട്. അപ്രൂവ്ഡ് ഉള്ള സ്റ്റേഡിയം ആകെ അഹമ്മദാബാദ് സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ. പുതിയ നരേന്ദ്രമോദി സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വേറെ ഇന്ത്യയിൽ സ്റ്റേഡിയം ഇല്ല. അപ്പോൾ ആ സ്റ്റേഡിയത്തെ എന്ത് ചെയ്യണം? സ്റ്റേഡിയം അപ്രൂവ്ഡ് സ്റ്റേഡിയം ആക്കി മാറ്റണം. ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ള റാങ്കിങ് ഉള്ള സ്റ്റേഡിയങ്ങളുണ്ട്. പക്ഷേ ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയങ്ങളാണ് നമ്മുടെ എല്ലാം. പക്ഷേ അത് അപ്രൂവൽ എടുക്കണം. നമുക്ക് ഇന്ത്യയിൽ ഒരു കളി ഇത്രയും നാൾ നടക്കാത്തതുകൊണ്ട്